കഴിഞ്ഞ ദിവസം ചൈനയുടെ ചാന്ദ്ര ദൗത്യം ചില നേട്ടങ്ങൾ കൈവരിച്ചു. ചാങ്ല 6 എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിച്ചു. റിട്ടേണർ എന്ന ക്യാപ്സ്യൂളാണ് ഇതിനായി ഉപയോഗിച്ചത്. പേടകം തിരിച്ചെത്തിച്ച ശേഷം ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്കായി ബീജിങ്ങിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ചന്ദ്രൻ്റെ ഫാർ സൈഡിലുള്ള പാറകളുടെയും മണ്ണിൻ്റെയും സാമ്പിളുകൾ വിശകലനം ചെയ്യാൻ ശാസ്ത്രജ്ഞർക്ക് അവസരം ലഭിക്കുന്നത്. ചന്ദ്രൻ്റെ ഇരുണ്ട വശം എന്നുകൂടി വിശേഷിപ്പിക്കുന്ന ഇവിടം പരുക്കനാണ്. ധാരാളം അഗാധ ഗർത്തങ്ങളുണ്ട്. ഇതുവരെ ചന്ദ്രൻ്റെ നിയർ സൈഡിൽ നിന്ന് ശേഖരിച്ച ചാന്ദ്ര വസ്തുക്കളാണ് ശാസ്ത്രജ്ഞർ കൂടുതലായും വിശകലനം ചെയ്തിട്ടുള്ളത്. ഈ സാമ്പിളുകളാകട്ടെ ചന്ദ്രനിലേക്കുള്ള വിവിധ ദൗത്യങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ളതാണ്. അതിൽ ഉൾപ്പെട്ടതാണ് ഈ US-ൻ്റെ അപ്പോളോ മനുഷ്യ ദൗത്യങ്ങൾ, അതുപോലെ പഴയ USSR വിക്ഷേപിച്ച ലൂന റോബോട്ടിക് ദൗത്യങ്ങൾ, അടുത്തിടെ ചൈന ഏറ്റെടുത്ത ദൗത്യമായ ചാങ്ല 5. ഈ ചാങ്ല 5 ദൗത്യത്തിൻ്റെ മടക്ക് ക്യാപ്സൂൾ 2020 ഡിസംബർ 16 ചൈനയുടെ ഇന്നർ മംഗോളിയ എന്ന മേഖലയിൽ ഇറങ്ങിയത്. ഇതേ സ്ഥലം തന്നെയാണ് ചാങ്ല 6ൻ്റെ ലാൻഡിങ്ങിനായും ഉപയോഗിച്ചത്. ചാങ്ല 5 ചന്ദ്രൻ്റെ മണ്ണിലെ സൂക്ഷ്മവും വരണ്ടതുമായ കണികകൾ ഉൾക്കൊള്ളുന്ന 1731 ഗ്രാം വിലയേറിയ ചാന്ദ്രപ്പൊടി തിരികെ കൊണ്ടുവന്നു. 20 മൈക്രോമീറ്ററിൽ താഴെ വലിപ്പമുള്ള ലൂനാർ ഡസ്റ്റ് റഗോലിത്തിൻ്റെ ഭാഗമാണ്. ചന്ദ്രനിലെ മണ്ണിൻ്റെ സാമ്പിൾ റിട്ടേൺ ദൗത്യം തുടങ്ങിയിട്ട് ഏകദേശം 45 വർഷങ്ങളാകും. 1976 സോവിയറ്റ് യൂണിയൻ്റെ ലൂന 24 170 ഗ്രാം ചാന്ദ്രപ്പൊടി തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ ചൈനയുടെ കസ്റ്റഡിയിലുള്ള ഈ സാമ്പിളുകൾ മറ്റ് ശാസ്ത്രജ്ഞർക്കും പഠനത്തിനായും കൂടുതൽ വിശകലനത്തിനായും ലഭ്യമാക്കുമെന്നാണ് പറയുന്നത്. ഫാർ സൈഡിൽ നിന്നും നിയർ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുള്ള വസ്തുക്കളുടെ താരതമ്യ പഠനം ഇതുവഴി സാധ്യമാകും. ഇത് ചന്ദ്രൻ്റെ പരിണാമ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ചില നിർണായക ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദമായ വിശകലനം നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് ചില സൂചനകൾ പോലും നൽകാൻ സാധ്യതയുള്ളതാണ്. ചാങ്ല 6 ദൗത്യത്തിന് ഫ്രാൻസ്, ഇറ്റലി, യൂറോപ്യൻ യൂണിയൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അർജന്റീനയിലെ ചൈനയുടെ ഗ്രൗണ്ട് സ്റ്റേഷന് പുറമെ ചാങ്ല 6ൻ്റെ റിട്ടേൺ ലാൻഡിംഗ് സമയത്ത് പോലും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ സഹായം നൽകിയിരുന്നു. 2027 ഒക്ടോബർ 24 ചാങ്ല 1 ഓർബിറ്ററിൻ്റെ വിക്ഷേപണത്തോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത്. തുടർന്ന് 2010 ഒക്ടോബർ 1 ചാങ്ല 2 ദൗത്യം വിക്ഷേപിക്കുകയും ചെയ്തു. വളരെ സങ്കീർണമായ ഒരു ചാന്ദ്ര പരിപാടിയാണ് ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ്റെ ചൈനീസ് ലൂനാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം. ഈ 2 ദൗത്യങ്ങളും ഓർബിറ്റർ ദൗത്യങ്ങളായിരുന്നു. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ച ഈ ഉപഗ്രഹങ്ങൾ ചന്ദ്രോപരിതലത്തിൽ ഫോട്ടോകൾ എടുത്ത് അയച്ചുകൊണ്ടേയിരുന്നു. ചാങ്ല 1 2009 വരെയും ചാങ്ല 2 2014 വരെയും ഡാറ്റ കൈമാറി. ഇത് ചൈനയുടെ ചാന്ദ്ര അജണ്ടയുടെ ആദ്യഘട്ടമായി വേണമെങ്കിൽ കണക്കാക്കാം. 2ാം ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിങ്ങും വിജയകരമായി. ചാങ്ല 3ൻ്റെ ലാൻഡിംഗ് 2013 ഡിസംബർ 14 ചാങ്ല 4ൻ്റേത് 2019 ജനുവരി 3 നടന്നത്. ഈ 2 ദൗത്യങ്ങളുടെയും ലാൻഡിംഗ് സോണുകൾ വ്യത്യസ്തമായിരുന്നു. ചാങ്ല 4 ചന്ദ്രൻ്റെ ഫാർ സൈഡിലാണ് ഇറങ്ങിയത്. 3ാം ഘട്ടത്തിൽ ആരംഭിച്ച ചാങ്ല 5 2020 നവംബർ 23 ലാൻഡ് ചെയ്തു. ഈ ദൗത്യത്തിൽ ചന്ദ്രനിലെ പൊടി സാമ്പിളുകൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വിജയകരമായി തിരിച്ചെത്തിച്ചു. ചാങ്ല 6 ദൗത്യം ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ ഇറങ്ങി എന്നതൊഴിച്ചാൽ ഇരു പദ്ധതികൾക്കും ഏറെ സാമ്യമുണ്ട്. ചാങ്ല 5 ദൗത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചാങ്ല 6 ദൗത്യം അല്പം സങ്കീർണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചൈനയുടെ ചാങ്ല 6 ബഹിരാകാശ പേടകം ചന്ദ്രൻ്റെ വിദൂര വശത്തു നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിനായി 53 ദിവസമാണ് യാത്ര ചെയ്തത്. 2024 മെയ് 3 വിജയകരമായ വിക്ഷേപണത്തോടെയാണ് ദൗത്യം ആരംഭിച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രാഫ്റ്റ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ലാൻഡർ, അസെൻഡർ, റോവർ എന്നിവ അടങ്ങിയ യൂണിറ്റ് ഓർബിറ്റർ വാഹനത്തിൽ നിന്ന് വേർപെടുത്തി ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങി. ജൂൺ 1 അപ്പോളോ ഗർത്തത്തിലാണ് പേടകം ഇറങ്ങിയത്. ഇത് പൂർണ്ണമായും സ്വയം നിയന്ത്രിത സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നു. റിലേ ഉപഗ്രഹത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. തുടർന്ന് 2024 ജൂൺ 3 2 കിലോഗ്രാം ഭാരമുള്ള സാമ്പിളുകൾ ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ നിന്ന് ശേഖരിച്ചു.
ജൂൺ 21 ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ചൈനയ്ക്ക് വ്യക്തമായ മൂൺ അജണ്ടയുണ്ട്. 2026 ആകുമ്പോഴേക്കും അടുത്ത ദൗത്യം ചാങ്ല 7 വിക്ഷേപണം സാധ്യമാകും. ചാങ്ല 8 സാങ്കേതിക പരീക്ഷണ ദൗത്യവും 2028 നടക്കും. 2030 ചന്ദ്രോപരിതലത്തിലേക്ക് ഒരു ജോഡി ബഹിരാകാശ യാത്രക്കാരെ അയക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഇന്ന് ചന്ദ്രനിൽ എത്തുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ആദ്യത്തെ രാജ്യമാകാൻ US ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിവരം. അതേസമയം US മുമ്പ് അത് ചെയ്യാൻ ചൈന ലക്ഷ്യമിടുന്നു. 2 പ്രധാന ശക്തികൾക്കിടയിലുള്ള ഒരു മത്സരം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. നിലവിൽ ചൈനയും US തങ്ങളുടെ വ്യക്തിഗത ചാന്ദ്ര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരം പ്രധാന ബഹിരാകാശ പരിപാടികൾ വികസിപ്പിക്കുന്നതിന് വലിയ സാങ്കേതികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങൾ ആവശ്യമാണ് എന്നതും വ്യക്തമാണ്. നാസയുടെ ആർടെമിസ് ഉടമ്പടിയും ചാന്ദ്ര ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാനുള്ള ചൈന-റഷ്യ നിർദ്ദേശവും ആഗോള ചർച്ചാ വിഷയമാണ്. മൊത്തത്തിൽ ചാങ്ല 6 വിജയം ചൈനയുടെ ബഹിരാകാശ പദ്ധതിയുടെ കരുത്താണ് തെളിയിക്കുന്നത്. 2030 മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുക എന്ന തങ്ങളുടെ അഭിലാഷം പ്രാവർത്തികമാക്കാനാണ് ചൈനക്കാർ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ വിവിധ വെല്ലുവിളികൾ ഉള്ളത് കാരണം സമയപരിധി പാലിക്കുന്നതിന് സാധാരണഗതിയിൽ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. എന്നിരുന്നാലും ചൈനയ്ക്ക് ഇതുവരെ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ചാങ്ലെ 6 ദൗത്യത്തിൽ നടത്തിയ വിവിധ പ്രക്രിയകൾ യഥാർത്ഥത്തിൽ ചൈനയുടെ നിർദ്ദിഷ്ട മനുഷ്യ ദൗത്യവുമായി ചേർന്ന് പോകുന്നതാണ്.